എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ യാത്രകൾ പോകുക എന്നുള്ളതാണ്. ഞാൻ വർഷങ്ങളായിട്ട് ചെറുപ്പം മുതലേ എൻ്റെ പാരൻസിൻ്റെ യാത്രകളൊക്കെ കൊണ്ടുപോയിരുന്നു. അന്ന് പോകുന്നത് അതിരപ്പള്ളി, വാഴച്ചാലി, വെള്ളച്ചാട്ടങ്ങൾ, മൂന്നാർ, തേക്കടി അല്ലെങ്കിൽ മലമ്പുഴ, ബീച്ച് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് വൺ ഡേ ട്രിപ്പുകൾ പോയിരുന്നത്. കാലം മുതൽ തന്നെ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ എൻ്റെ ഫാദറും ഭയങ്കര യാത്രാപ്രിയനായിരുന്നു. അപ്പോൾ ഒരുപാട് യാത്രകൾ ഞാൻ പോയിട്ടുണ്ട്. പണ്ടേ മുതൽ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് വാട്ടർഫോളൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ആ ശീലം ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ യാത്രകൾ പോകുന്ന സ്ഥലം ഒന്ന് മാറ്റി പിടിച്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ പോകുന്നത് മുഴുവനും അമ്പലങ്ങളാണ്, ക്ഷേത്രങ്ങളാണ്. ഇടയ്ക്ക് വല്ല ഊട്ടി കൊടൈക്കനാലൊക്കെ പോകാറുണ്ട്, അതുകൊണ്ട് മൂന്നാറിലൊക്കെ പോകാറുണ്ട്. പക്ഷേ അങ്ങനത്തെ എൻജോയ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഈ അമ്പലങ്ങളിലേക്ക് പോയി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനാണ് എനിക്ക് കൂടുതൽ ഹാപ്പിനെസ്സും ലവൊക്കെ കിട്ടണം അവിടെ ചെല്ലുമ്പോഴാണ്. അവിടുത്തെ ഭഗവാന്മാരുടെ പ്രതിമകൾ അല്ലെങ്കിൽ അവിടുത്തെ ആ സ്ഥലത്ത് മുമ്പ് ഇരിക്കുമ്പോൾ ഒക്കെയാണ് ആ ഒരു ഇത് എനിക്ക് കൂടുതൽ കിട്ടുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സയൻസ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതിനെ പറ്റി ജസ്റ്റ് എൻ്റെ ഒരു അറിവ്, എനിക്കുള്ള അറിവാണ് ഉള്ളത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിനൊരു വൈബ്രേഷൻ ഉണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഭൂമിക്കടിയിൽ എന്തെങ്കിലും ഒരു എനർജിയുടെ ഒരു ഇഷ്യൂ ഉണ്ടാവും. ചിലപ്പോൾ നല്ല എനർജീസ് ഉണ്ടാവും. അടിയിൽ കൂടി സഞ്ചാരങ്ങളുണ്ടാവും, ശക്തികളുടെ സഞ്ചാരങ്ങൾ. നമുക്കതറിയാൻ പറ്റില്ല. നമ്മുടെ നാഗത്തിനെ പറ്റി മാത്രമേ അറിയുള്ളൂ. നാഗത്തിൻ്റെ സഞ്ചാരങ്ങളെ പറ്റി അറിയാം. അതുപോലെ പോക്കുവരത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ, ശക്തികൾ പോകുന്നുണ്ട്. ഇത് കൂടാതെ ഭൂമിക്ക് അടിഭാഗത്ത്, അന്തർഭാഗത്തേക്ക് കൂടിയുള്ള ശക്തികളുടെ പ്രവാഹമുണ്ട്. ഞാൻ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുമ്പോഴൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ. അഗ്നിഗോളങ്ങളാണ്, അഗ്നിയുടെ വലിയ വലിയ ഗോളങ്ങളാണ് ഇങ്ങനെ ശരം വിട്ട പോലെ ഇങ്ങനെ പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു ഗുഹ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഭൂമിക്ക് അടിയിലുണ്ട്. ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട്. നേരത്തെ മെഡിറ്റേഷൻ ഒരുപാട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ വിഷലിൽ വരാറുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ അഗ്നിഗോളങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇങ്ങനെ ഉണ്ട പോലെ ഇങ്ങനെ അഗ്നിഗോളങ്ങളാണ് ഈ സഞ്ചരിക്കുന്നത്. അത് പല നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ശിവനോ അല്ലെങ്കിൽ ദേവിയോ ഭദ്രകാളിയോ അല്ലെങ്കിൽ അതേപോലെയൊക്കെയുള്ള പല പവർഫുള്ളായിട്ടുള്ള ശക്തികളാണ്. അവർക്ക് ആക്ച്വലി അഗ്നിരൂപങ്ങളാണ്, എല്ലാ അഗ്നിരൂപങ്ങളാണ്. അഗ്നിരൂപങ്ങളിൽ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, അല്ലാതും കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനത്തെ രൂപങ്ങൾ എടുത്തേക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇതേപോലത്തെ ഒരു വൈബ്രേഷൻ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നത് അതിനെപ്പറ്റിയാണ്. അപ്പോൾ അത് നമ്മളെ ചിലപ്പോൾ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ ഗുണകരമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്, രണ്ടും ഉണ്ടാവും. അല്ലെങ്കിൽ പോക്കുവരത്തുള്ള കുടുംബങ്ങളിൽ ചെന്ന് അവിടുത്തെ എനർജി ചിലപ്പോൾ ശരിയായിക്കണമെന്നില്ല. അങ്ങനത്തെ കേസുകളൊക്കെ അതിനകത്ത് വരാറുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ഷേത്രം, അപ്പോൾ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യണത് തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലാണ് കൂടുതൽ പോകാനായിട്ട് ഞാൻ പറയുക. കേരളത്തിലുള്ള അമ്പലങ്ങൾ മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിലുള്ള അമ്പലങ്ങൾ എല്ലാം അടിപൊളിയാണ്, ഒന്നും മോശമില്ല. പക്ഷേ രണ്ടിൻ്റെ പ്രതിഷ്ഠാ സംവിധാനങ്ങളും ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. സ്വയംഭൂവായിട്ടുള്ള പ്രതിഷ്ഠകളുള്ള സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിൽ കൂടുതൽ. അത് മാത്രമല്ല, പഴയ കാലത്തെ ചോള വംശജരായിട്ടുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ അതുപോലെ രാജാക്കന്മാരൊക്കെ പണിതേക്കണം പഴയ കാലത്തുള്ള പണ്ടത്തെ ശില്പികൾ വളരെയധികം കഴിവുള്ള ആൾക്കാരായിരുന്നു. അവർക്ക് എന്താ പറയുക, ആ ഭഗവാനെ കണ്ട് പ്രതിമ ഉണ്ടാക്കിയിരുന്ന ആൾക്കാരൊക്കെ. അവർക്കറിയാം ആ ഭഗവാന്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ. അവരതിനെ ദർശനം കിട്ടിയിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത്. കൃത്യമായ അളവുകളിൽ ഓരോ ചുണ്ടിൻ്റെ അളവ്, പിന്നെ പോക്കിൻ്റെ അളവ്, ചെവിയുടെ അളവ്, അല്ലെങ്കിൽ ഓരോ അളവും ഷാർപ്പായിരിക്കും. ഇത്ര അതിന് കണക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ആ പ്രതിമയുടെ വൈബ്രേഷൻ ഹയർ വൈബ്രേഷനാണ്. നമ്മുടെ കേരളത്തിൽ അതേപോലുള്ള പ്രതിമകൾ നമുക്കധികം കാണാൻ പറ്റില്ല. ആ തമിഴ്നാട്ടിൽ ചെല്ല് തന്നെ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഴനി പോകുമ്പോൾ, പഴനിയിൽ അവിടെ ഒരു പെരിയ നായകിയമ്മൻ കോവിലുണ്ട്. നിങ്ങൾ കുറേ പേര് പോയിട്ടുണ്ടാവും. പഴനി പോകുന്ന ആൾക്കാർക്ക് ഓൺ ദ വേ ആണ്, ഓൺ ദ വഴി കയറാവുന്ന സ്ഥലമാണ്. പുറിയ അച്ഛനും അമ്മയൊക്കെ ഇരിക്കണം അവിടെയാണ്. അവിടെ ശിവനും പാർവതിദേവിയുണ്ട്. ചെല്ല് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ ഇതുപോലെ തന്നെ ഒരു മാരിയമ്മൻ ഇരിപ്പുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നല്ല കറുത്ത കല്ലിലുണ്ടാക്കിയാണ്. നല്ല ഒന്നൊന്നര ആളുടെ ഹൈറ്റിൽ, ഒരാളല്ല രണ്ടാളുടെ ഹൈറ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അടിപൊളി, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പ്രതിമയാണ്. ഞാൻ കണ്ടേക്കണേൽ ഈ മാരിയമ്മൻ്റെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രതിമയാണ്. അവിടെ പൂജ ആദ്യങ്ങളൊന്നും അധികം ചെയ്യണമെന്നില്ല. ജസ്റ്റ് വൈകുന്നേരം ആകുമ്പോൾ എന്തോ പൂജകളൊക്കെ ഉണ്ട് ചെറിയ പോലെ. പക്ഷെ അതിൻ്റെ വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര വൈബ്രേഷൻ, തല നിങ്ങൾ ചരിച്ച് പിടിച്ചിട്ടിരിക്കുന്ന ഒരു ദേവതയാണ്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻ ലെവൽ മാറി ഹയർ വൈബ്രേഷനിലേക്ക് നമ്മളെത്തി. ഇതിനെപ്പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 2-3 ഡേയ്സ് 1-2 ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, പണിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ദിവസം കാലത്ത് പോയാൽ വൈകുന്നേരം വീട്ടിലെത്താം. അവിടെ പോയിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കി വരിക. ചുരുങ്ങിയതൊരു 1 വീക്കെങ്കിലും നിങ്ങളുടെ വൈബ്രേഷൻ ആവല്ലോ. അപ്പോൾ 1 വീക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ വൈബ്രേഷനിലേക്ക് നിങ്ങൾ വരും, അത് സ്വാഭാവികമാണ്, അത് നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ തുടർച്ചയായിട്ട് നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിലവാരം വ്യത്യാസം വരും, ആ വൈബ്രേഷൻ ലെവൽ വ്യത്യാസം വരും, ഹയർ വൈബ്രേഷനിലേക്ക് പോകും പയ്യെ. പിന്നെ പുള്ളിക്ക് കുറേ കഴിയുമ്പോൾ ഒരാഴ്ച എന്നുള്ള 2 ആഴ്ച ഹോൾഡ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വൈബ്രേഷൻ, ആ ഒരു എനർജി 2 ആഴ്ച ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റഡി ആവുന്നു, നമ്മൾ വൈബ്രേഷൻ 5-ൽ നിന്ന് 6ലേക്ക് വരുന്നു, 6-ൽ നിന്ന് 7ലേക്ക് വരുന്നു, 8ലേക്ക് വരുന്നു. അപ്പോൾ പിന്നെ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ വൈബ്രേഷനിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പയ്യെ നിങ്ങളെത്തും. അതാണ് യാത്രകളുടെ പ്രത്യേകത. ഞാൻ യാത്രകൾ സജസ്റ്റ് ചെയ്യുന്നു, ഞാൻ യാത്രകൾ പോകുന്നു അതിന് വേണ്ടിയിട്ടാണ്. ഓരോ യാത്രകൾ കഴിഞ്ഞ് വരുമ്പോഴും എൻ്റെ വൈബ്രേഷൻ കൂടാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് മാജിക്. എനിക്കും കിട്ടാറുണ്ട്. എനിക്കിപ്പോൾ ബ്ലാക്ക് മാജിക് പറഞ്ഞാൽ കിട്ടി, അതിൽ നിന്ന് ഇപ്പോൾ ഞാൻ കയറി വന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ ഒരുപാടുണ്ട്. കാരണം നമ്മൾ ഉയർന്നു വരുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ നമ്മുടെ സമാനമായ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യും. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ അതിനെ വരുന്നതിനെടുത്ത് കളയുക, അതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടുന്നതാണ്, ഒരാൾക്കല്ല, എല്ലാവർക്കും വരുന്ന കാര്യമാണ്. അതിനകത്ത് വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചിട്ട് ദേവിയുടെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊന്നും ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശാശ്വതമായിട്ട് നശിപ്പിച്ച് കളയാൻ ഒരാൾക്ക് സാധിക്കില്ല. ദേവി നമ്മളെ രക്ഷപ്പെടുത്തും, ഒരു സംശയവും വേണ്ട. താൽക്കാലികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. പക്ഷേ ഇതിൻ്റെ എല്ലാ കർമ്മങ്ങൾ ആ ചെയ്യുന്ന വ്യക്തി ഒന്നായിട്ട് അനുഭവിക്കേണ്ട വരും എന്നുള്ളൊരു റിയാലിറ്റിയും കൂടി ഉണ്ട്. അയാൾ നരകിച്ച് എന്താണ് പറയുക, വാക്കുകൾ ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അധികം താമസമില്ലാണ്ട് തന്നെ നടപടി നമ്മുടെ ദേവി ഉണ്ടായിക്കോളും. അതിൽ ദേവിയെ വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് മാജിക്കൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. തമിഴ്നാട്ടിലുള്ള വലിയനായ അമ്മൻ്റെ അടുത്ത് പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ നിന്ന് കുറച്ച് എനർജി റിലീസായി പോകും. ആ മുരുകൻ്റെ അടുത്ത് പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു. അവിടെ നിന്ന് കുറച്ച് പോയി. ആ മയിലിൻ്റെ അടുത്ത് നമ്മൾ തലക്കുഴിഞ്ഞൊരു തേങ്ങ ഉടച്ച് ആ ബാക്കിയുള്ളതും പോയി. അപ്പോൾ നിങ്ങളുടെ ബാധ പോയി കിട്ടി അവിടെ. ആ ബാധ കളയാൻ വേണ്ടി നിങ്ങൾ ഒരു ഹീലിംഗും ചെയ്യേണ്ട, ഒരു മന്ത്രവാദത്തും പോകണ്ട, അങ്ങനെ പോയി കിട്ടി കുറേ കാര്യങ്ങൾ. ഇതേപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പ്രയാസമില്ലാണ്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ നോർമലിലേക്ക് കൊണ്ടുവരാനും ചിലപ്പോൾ ഒന്നുകൂടി ഒരു ഹയറിലേക്ക് നിങ്ങൾക്ക് അവിടെ കുറച്ച് വേണ്ടി സമയം ചിലവഴിക്കാൻ പറ്റിയാൽ കുറച്ചും കൂടി ഹയർ വൈബ്രേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ കുറേ സ്ഥലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, മാസാനിയമ്മനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ അമ്പലങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് നിങ്ങൾ പോകുന്ന കുറേ ക്ഷേത്രങ്ങൾ വേറെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ നിങ്ങൾക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇനിയും ക്ഷേത്രങ്ങളിലെ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം മുതൽ നമ്മൾ വീണ്ടും കുറച്ച് ചെറിയ യാത്രകളൊക്കെ തമിഴ്നാട്ടിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ പതിയെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുന്നുണ്ട് യാത്രകൾ. അതിൻ്റെ വീഡിയോസ് പുറകെ ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക, യാത്രകൾ ചെയ്യുക, യാത്രകളുടെ പ്രാധാന്യം മനസ്സിലാക്കുക. എല്ലാവരും സന്തോഷമായിട്ട് ലവ് എനർജി ഫില്ല് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.